ഹായ് ഡിയർ ഫ്രണ്ട്സ്, വളരെ ഈസി ആയിട്ട് എഗ്ഗ് പപ്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. എയർ ഫെയർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. അതും സമോസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 3 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്, മുറിച്ച് വെച്ചതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം ഒന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള വളരെ കനം കുറച്ച് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. പെട്ടെന്ന് തന്നെ വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് വേണം സവാള ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി വെച്ചോളൂ കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് വാടി കിട്ടും. മൂടി തുറന്നതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരുവിധം ഒന്ന് വാടിക്കഴിഞ്ഞെന്ന് തോന്നിയാൽ നമുക്കിതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി പേസ്റ്റും, പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു പച്ചമുളക് ചേർത്താൽ മതി. ഒരു കഷ്ണം ഇഞ്ചി പേസ്റ്റ് ആയാലും കുഴപ്പമില്ല, ഇഞ്ചി പൊടിയായി അരിഞ്ഞതായാലും കുഴപ്പമില്ല. ഒരു 5 മിനിറ്റ് നേരം ഇതിങ്ങനെ അടച്ച് വെച്ചാൽ ഇതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കിട്ടും. പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മുളക് പൊടി മതി കേട്ടോ. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാൻ മറക്കല്ലേ. 2-3 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരു 2 സെക്കൻഡ് നേരം. 2 സെക്കൻഡിന് ശേഷം കുറച്ച് ഇതിലേക്ക് നമുക്ക് തക്കാളി സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടീസ്പൂൺ തക്കാളി സോസ് മതി കേട്ടോ. അത് ഒഴിച്ചത് കൊടുത്ത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പിടേണ്ട ആവശ്യമില്ല, ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുത്ത് പ്ലസ് പോലെ വെക്കാം. 2 സമൂസ ഷീറ്റ് എടുത്ത് പ്ലസ് പോലെ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മുടെ പപ്സിൻ്റെ ഫില്ലിങ് നിറക്കാം. പപ്സിൻ്റെ ഫില്ലിങ് വെച്ചതിന് ശേഷം ഇതിലേക്ക് കോഴിമുട്ട പുഴുങ്ങി തൊലി കളഞ്ഞിട്ട് 2 പീസുകളാക്കിയതാണ്. അതിൽ നിന്ന് ഒരു പകുതി എടുത്ത് നമുക്കിതിലേക്ക് കമഴ്ത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സമൂസ ഷീറ്റൊന്ന് മടക്കി ഇതുപോലെ നമുക്ക് മൈദമാവ് നല്ല കട്ടിയിൽ കലക്കിയിട്ട് എല്ലാ ഭാഗവും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് മടക്കിയിട്ട് കാണിച്ചു തരികയാണ്. ഇനി നമുക്ക് സമൂസ ഷീറ്റ് വെച്ച് മൈദമാവ് ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് പിടിച്ചിട്ട് വേണം ഒട്ടിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഞാൻ രണ്ടാമത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഇതുപോലെ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാ സമൂസ ഷീറ്റിൻ്റെ ഉള്ളിലേക്കും ഫില്ലിങ് വെച്ചിട്ട് നമുക്ക് പപ്സ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ എയർ ഫെയർ എടുക്കാം. അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു തട്ടൊക്കെ ഉണ്ടാവും. ആ ഉള്ളിൽ നമുക്കൊന്ന് ഓയിൽ പുരട്ടി കൊടുക്കണം. ഓയിലോ വെളിച്ചെണ്ണയോ എന്താണോ നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ബ്രഷ് വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പപ്സ് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് പപ്സിൻ്റെ മീതെയും നമുക്ക് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് ഹീറ്റ് ചെയ്തെടുക്കാം. അതല്ല നമുക്ക് ഇതിൻ്റെ മുകളിൽ ലേശം ഞാൻ കോഴിമുട്ട ഒന്ന് തേച്ച് കൊടുക്കുന്നു കേട്ടോ. ഒരു കോഴിമുട്ട ബീറ്റ് ചെയ്തതാണ് ഇത് നമുക്കൊരു ബ്രഷ് എടുത്തിട്ട് പപ്സിൻ്റെ മുകളിലെല്ലാം നമുക്ക് തേച്ച് കൊടുക്കാം. നല്ല ഗോൾഡൻ കളറായിട്ട് നമ്മുടെ പപ്സ് നമുക്ക് കിട്ടും. വളരെ രുചികരമായ ഒരു പപ്സാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. എയർ ഫെയർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമ്മുടെ പപ്സിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. എയർ ഫെയറിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ടൈമൊക്കെ സെറ്റ് ചെയ്യുക. 200-ലാണ് ഇട്ടിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. 10 മിനിറ്റ് നമ്മളൊന്ന് ചെയ്തെടുത്തപ്പോൾ പപ്സ് റെഡിയായി. ഇതിൻ്റെ ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം.
ഇങ്ങനെ മറിച്ചിട്ടിട്ട് വേണം അടുത്ത ഭാഗത്ത് നമുക്ക് ഓയിലൊന്ന് തടവി കൊടുക്കാം. അതുപോലെ മുട്ടയിൽ ബ്രഷൊന്ന് മുക്കിയിട്ട് അങ്ങനെയും നമുക്ക് ചെയ്തിട്ട് വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് ഒന്ന് എയർ ഫ്രയറിൽ വെച്ചിട്ടൊന്ന് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പപ്സ് റെഡി ആയിട്ട് കിട്ടും. വളരെ രുചികരമായ ഒരു പപ്സായിരുന്നു. കഴിക്കാനൊക്കെ കുട്ടികൾക്കും വളരെ ഇഷ്ടമായി. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എയർ ഫ്രയർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം. ഒരുപാട് വിഭവങ്ങൾ നമുക്കിതിൽ നിന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയും. വളരെ രുചികരമായ ഒരു പപ്സ് നമുക്ക് തയ്യാറായി കഴിഞ്ഞു. കണ്ടോ, ഇതുപോലെയായിരിക്കും നമ്മുടെ പപ്സ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ ബൈ.